ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ സ്റ്റാറൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അതെ, ഞാൻ ഇന്നൊരു ക്രിസ്മസ് ട്രീ ആക്കാൻ പോവാണ്. ആക്ച്വലി ക്രിസ്മസ് ട്രീ അല്ല, ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. മറ്റെല്ലാ കൊല്ലവും ക്രിസ്മസ് ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ റെഡിയാക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഞാൻ എങ്ങനെയാ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ എല്ലാ പ്രാവശ്യവും ഞാൻ ആക്കിയ ക്രിസ്മസ് ട്രീ ആണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാറ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്നിട്ട് ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചു കേട്ടോ. ആ ട്രീ ആണ് ഇന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് സാധനം. ഇനി നമുക്കിതൊന്ന് നിർത്തിയെടുക്കണം. അതിന് മുമ്പേ ഡെക്കറേഷന്റെ സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തെടുത്ത് വെക്കാം. അപ്പൊ ഇതാ ട്രീന്റെ ലെഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ട്രീ ഇപ്രാവശ്യം ഫിക്സ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്, തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇപ്രാവശ്യം നമുക്ക് നല്ല മഴയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് വെച്ചിട്ട് വെറുതെ ട്രീ വെള്ളം കൊള്ളണ്ടാന്ന് വെച്ചതുകൊണ്ട് ഞാൻ വെച്ചു ഇവിടെ ടിവിൻ്റെ അടുത്ത് വെക്കാണ്. ഇവിടെയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഇപ്രാവശ്യം വെക്കുന്നത്. ഒരു സ്റ്റൂളിൻ്റെ മേലെ ഞാനൊരു സോഫ കവർ വെച്ചിട്ട് ആണ് വെച്ചു കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഫുൾ വ്യൂ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ തുടങ്ങാം. ഞാൻ ഫുൾ ലീവ്സ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ വെച്ച് കുറച്ച് ഇങ്ങനെ ഫോൾഡ് ആയിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഭംഗിയല്ലേ കാണാൻ. ഇത് ചെയ്ത് വരുമ്പോൾ എല്ലാം നിർത്തിയെടുക്കാം. ഞാൻ ഈ ട്രീൻ്റെ മേലെ ഈ ഗ്രീൻ ക്രിസ്മസ് റിബണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ലീവ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 2 ലെയർ ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ട്രീ ഭയങ്കര ലൈറ്റ് അല്ലേ നമ്മളത്. അപ്പൊ കുറച്ച് തടി തോന്നിക്കാന്നൊക്കെ പറയില്ല, കുറച്ച് കാണാൻ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു റിബണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ക്രിസ്മസ് ഡെക്കറേഷൻ റിബൺ എന്നാണ് ഇതിന് ഇവിടെ പറയുക. കറക്റ്റ് നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് ഓൾറെഡി റെഡ് ഷൈനിങ്ങും കൂടി ഉള്ളത് കൊണ്ട് അതൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സ്നോ വീണ പോലെ ആയിട്ട് അതിന് വൈറ്റും റെഡും ആയിട്ടാണ് ഉള്ളത്. റെഡിന് ഞാൻ സ്നോ എന്നല്ല പറഞ്ഞത്, വൈറ്റിനാണ് ഞാൻ സ്നോ വീണ പോലെ തന്നെ. അപ്പം നമ്മൾ ട്രീ ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ കുട്ടി അപ്പൂപ്പനാണിത്. അപ്പം നമുക്ക് ഇനി ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മാരി ക്രിസ്മസ് എന്നുള്ളതാണ് ആദ്യം തൂക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഇച്ചിരി കണ്ണൂർ ഭാഷ കേട്ടോ, അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട. അപ്പം നമുക്ക് ഓരോ ഡെക്കറേഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഞാനിതൊരിക്കലും വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്ന വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നില്ല. കാരണം ഞാൻ മൈക്ക് ഇട്ടിട്ട് ഒക്കെ സംസാരിച്ചുകൊണ്ടായിരുന്നു ഹാങ് ചെയ്തുകൊണ്ട് നിന്നത്. അപ്പോൾ പെട്ടെന്ന് എന്താ പറ്റിയെന്നറിയില്ല. എനിക്ക് തോന്നുന്നു മൈക്കിൻ്റെ ചാർജ് തീർന്നിട്ടാണ് തോന്നുന്നു മൈക്ക് ഓഫായി. ഞാൻ പറഞ്ഞതൊന്നും ആക്ച്വലി റെക്കോർഡേ ആയിരുന്നില്ല. ഫസ്റ്റിലത്തെ ഇൻട്രോ അല്ലാണ്ട് ബാക്കി ഒന്നും റെക്കോർഡല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും തൂക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എടുത്തു വെച്ചിട്ട് നെക്സ്റ്റ് ഇയറും ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പം ഞാനിവിടെ ബെൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ആ ചെറിയ റെഡ് ആപ്പിൾസ് ഉണ്ടല്ലോ അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സാന്റാക്ലോസിനെയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്റ്റാർസ്, ലിറ്റിൽ സ്റ്റാർസ് ആയിട്ടുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞാൽ ബെൽസും ആപ്പിൾ ആൻഡ് സാന്റാക്ലോസ് തന്നെയാണ് എൻ്റെ ഡെക്കറേഷൻ ഐറ്റംസിൽ കൂടുതലായിട്ടും ഉള്ളത്. കാരണം അതായിരുന്നു കൂടുതൽ. ഇപ്രാവശ്യം കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ബട്ട് ടൈം കിട്ടിയില്ല എന്ന് വേണ്ടിയിട്ട് പോകാൻ പറ്റിയില്ല വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ എടുത്തിട്ട്. പിന്നെ സ്ക്രീനിൻ്റെ താഴെയായിട്ട് ഞാൻ കുറച്ച് ഗിഫ്റ്റ് റാമ്പ് ചെയ്ത്, അതായത് ഗിഫ്റ്റ് ബോക്സസ് റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഗിഫ്റ്റ്സ് ഒന്നുമില്ല, ചെറിയ ബോക്സസ് ഞാൻ ജസ്റ്റ് ഗിഫ്റ്റ് റാമ്പ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. അപ്പോൾ ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റുള്ളൂ. അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ എന്നല്ല, അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അടിപൊളി വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കൂടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് വീഡിയോ ട്രീ ഡെക്കറേഷൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ട്രീ ഇത് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ നിങ്ങൾക്ക്?
ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്രാവശ്യം ലൈറ്റ് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്ന് തന്നെ പറയാം. ലൈറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ മറന്നുപോയി. ഞാനിപ്പോൾ രാത്രി വോയിസ് ഓവർ കൊടുക്കാനിരുന്നേരം എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ലൈറ്റ് വെക്കാൻ മറന്നുപോയല്ലോ എന്ന്. പിന്നെ ലൈറ്റ് വെച്ചിട്ട് പിന്നെയും എഡിറ്റ് ചെയ്യാൻ നിന്നാൽ വീണ്ടും ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഷോർട്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈറ്റ് വെച്ചിട്ട് എങ്ങനെയാണുള്ളത് എൻ്റെ ട്രീ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ലൈറ്റ് വെക്കുന്നില്ല. ഇത് അപ്പൊ എന്റെ ട്രീ ഇവിടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല ഭംഗിയില്ലേ? ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള കുട്ടി ട്രീ ആണ് ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ ട്രീ ഒന്നുമില്ല, ചെറിയ ട്രീ ആണ്. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ വർഷവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ട്രീ വാങ്ങിയത് തന്നെ ലാസ്റ്റ് ഇയർ. അപ്പോ ഞാൻ വോയിസ് ഓവർ കൊടുത്തതാന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് കേട്ടോ മൗത്തും ടോക്കും സിങ്ക് ആകാത്തത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എങ്ങനെയാ എന്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ക്യൂട്ട് വീഡിയോസ് കൂടി കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഇനി നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിന്റെയും വക ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. അപ്പൊ see you in the next video. ടാറ്റ ബൈ ബൈ.